ഇന്ത്യൻ മീഡിയയിൽ വലിയ ഡിസ്കഷൻ നടക്കുകയാണ്. എലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ വരുമോ ഇല്ലയോ? വരുമെന്നുള്ളത് ഏകദേശ ധാരണയായി. കാരണം അവരുടെ ഓഫീസ് പ്രവർത്തിക്കാൻ തുടങ്ങിയ ഗുഡ്ഗാവിൽ. ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നൊരു സീനിയർ എക്സിക്യൂട്ടീവ്, ഭാഗ്യവശാൽ ഞാൻ അയാളുടെ നമ്പറൊക്കെ തപ്പിയെടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ ഈ ചാനൽ കാണുന്ന ഒരാളാണ്. അപ്പം ഞാനിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സീനിയറാണ്. അപ്പം ഡൽഹി ബോൺ ആൻഡ് ബോട്ടപ്പ് മലയാളിയാണ്. അപ്പോൾ വലുതായിട്ടൊന്നും മലയാളം ഇങ്ങനെ കേട്ടാലേ അറിയത്തുള്ളൂ, അല്ലാതെ എഴുതാനും വായിക്കാനൊന്നും അറിയത്തൊന്നുമില്ല. ഞാൻ ചോദിച്ചു, ഈ ഇലോൺ മസ്കിൻ്റെ ഈ സംഭവം ഇന്ത്യയിൽ വരാനുള്ള സാധ്യതയുണ്ട്? പറഞ്ഞ് 100% വരും. കാരണം നേരത്തെ ഗവൺമെൻറ്റുമായിട്ട് ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം സ്പെക്ട്രം ഇങ്ങനെ ലേലം ചെയ്യുന്നൊരു ഇഷ്യൂ ആയിരുന്നു. കാരണം ഇതിനതുമായിട്ടൊരു ബന്ധവുമില്ല. ഇതൊരു ചെറിയൊരു ഡിജിറ്റൽ ആൻറ്റിന പോലെ ഒരു സംഭവമാണ്. അപ്പോൾ അതുമായിട്ട് ഏകദേശം ടെലികോം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായിട്ടും പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസുമായിട്ടും, അതായത് ട്രംപ് അധികാരത്തിലും ആ ഇഷ്യൂസൊക്കെ മാറി കിട്ടി. അതായത് നിങ്ങൾക്കറിയാം, ട്രംപുമായിട്ട് ഏറ്റവും അടുത്ത ആൾ തന്നെയാണ് എലോൺ മസ്ക്. ട്രംപിൻ്റെ പുതിയ ക്യാബിനറ്റിൽ എഫിഷ്യൻസിയാണ് പുള്ളിക്ക് കൊടുത്തിരിക്കുന്ന പോർട്ട്ഫോളിയോ. ഇപ്പം ഞാൻ പല ഡൗട്ടുകളുണ്ടായിരുന്നു. കാരണം രാജീവ് ചന്ദ്രശേഖർ അതിനെപ്പറ്റി ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ചെയ്തിരിക്കുന്ന ട്വീറ്റ് എന്ന് പറയുന്നത്, ഈ എയർടെൽ എന്ന് പറയുന്നവർ അവർ ഗുജറാത്തിൽ 2 ടവർ പണിയാണ്, വലിയ സംഭവം. അതായത് സാറ്റലൈറ്റുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ഉണ്ടാക്കുന്നത്, ഇൻ്റർനെറ്റ് ഫാസ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതാണ് ട്വീറ്റ് വന്നിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വലിയൊരു ഡിബേറ്റ് നടക്കുവാണ്. എക്കണോമിക് ടൈംസിലും ബിസിനസ് സ്റ്റാൻഡേർഡിലും ഇന്ത്യയുടെ ബിസിനസ് ഡെയിലികളിലും മാഗസിനിലും ന്യൂസ് പേപ്പറിൻ്റെ ബിസിനസ് പേജുകളിലും. കാരണം ഇന്ത്യയുടെ ടെലികോം പ്രൊവൈഡിങ് കമ്പനി, അതായത് നെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന പല കമ്പനികളുണ്ട്. എയർടെല്ലും ജിയോ, വോഡാഫോൺ, ഇങ്ങനെ പല കമ്പനികളുണ്ട്. അപ്പോൾ അവരെ ഇത് ബാധിക്കുമോ ഇല്ലയോ? ഇതാണ് അവിടുത്തെ ചോദ്യം. അപ്പം ഈ പറയുന്ന ആൾ, കാരണം ഞാൻ ആ പേര് വെളിപ്പെടുന്നത് ശരിയല്ല, എന്നോട് ഒരു പേരൊന്നും പറയണ്ട. സോ പുള്ളി എനിക്കൊരു അരമണിക്കൂർ കൊണ്ട് ഇതിനെപ്പറ്റി ക്ലാസ് എടുത്തു, എന്തോ ഈ സംഭവം എന്നുള്ളത്. ഈ സ്റ്റാർലിങ്ക് ചെറിയ ഡിഷ് പോലുള്ള സംഭവമാണ്, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, അതായത് മന്ത്ലി കോസ്റ്റ് അതിൻ്റെ സംഭവം എന്ന് പറയുന്നത് ഏകദേശം $100 അടുപ്പിച്ച് വരും. ഇതിപ്പം വിൽക്കുന്നതാണ് ഗ്ലോബലി. പക്ഷേ ഇന്ത്യയിലെ റേറ്റ് ഇതായിരിക്കുമെന്നുള്ളത് പിന്നീട് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം $110 മറ്റുള്ള പല രാജ്യങ്ങളിൽ ഇത് വിൽക്കുന്ന ഡോളർ ബേസിൽ അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഏകദേശം $500 അടുപ്പിച്ചുള്ള ഒരു സോഫ്റ്റ്വെയർ, വൺ ടൈം സോഫ്റ്റ്വെയർ ആണ്. അപ്പം അതും കൂടെ ആവശ്യമുണ്ട്. ഏകദേശം 1.5 ലക്ഷം രൂപ അടുപ്പിച്ചാണ് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ചിലവാകുന്നത്. ഒരു മാസം ഏകദേശം $100 താഴെ വരികയുള്ളൂ ഇതിൻ്റെ മന്ത്ലി ചാർജ്. അതായത് ഒരു നോർമൽ സ്പീഡുള്ള 250 Mbps ആ രീതിയിൽ പോകുവാണ്. അതിന് ഏകദേശം 8,000 രൂപ വരെ ചാർജ് ഉള്ളൂ. ഇത് ഇന്ത്യയിലുള്ള റേറ്റൊക്കെ പിന്നീട്, ഇതാണ് ഗ്ലോബൽ റേറ്റ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. അപ്പം അവരുടെ ഒരു അസംഷൻ എന്ന് പറയുന്നത്, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് നിങ്ങൾ തീരുമാനിച്ചോണം ഇത് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്പനികൾ നിലനിൽക്കുമോ പോവോ ഓടുമോ എന്ന്. കാരണം എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഇവരുടെ ആദ്യത്തെ മുൻഗണന കൊടുക്കുന്ന ഇന്ത്യൻ അർബൻ സിറ്റികളിലാണ്, അല്ലാതെ ഗ്രാമപ്രദേശങ്ങളിലല്ല. ഈ അർബൻ സിറ്റിയിൽ കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ പല ഇന്ത്യയിലെ അർബൻ സിറ്റികൾ എത്ര ഉണ്ട് നിങ്ങൾക്കറിയാവുന്ന കണക്കായിരിക്കും. 6,000 സിറ്റികളാണ് ഉള്ളത്, ചെറുതും വലുതുമായിട്ടുള്ള സിറ്റികൾ. ഇവിടെ പല ഓഫീസുകളുണ്ട്, ഹോട്ടൽസ് ഉണ്ട്. ഇവർക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, അതായത് ഇന്ത്യൻ കമ്പനീസ്, അതായത് ഇപ്പോൾ ജിയോ ആണെങ്കിലും ഈ എയർടെല്ലാണെങ്കിലും മറ്റുള്ള പല പ്രൊവൈഡേഴ്സുണ്ട്, പല ചെറുതും വലുതായ പല പ്രൊവൈഡേഴ്സുണ്ട്. ഇവർക്കൊന്നും ബേസിക്കലി സ്പീഡ് കൊടുക്കാൻ പറ്റുന്നില്ല. അതായത് ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഷെയറിങ് പ്ലാറ്റ്ഫോമിലോട്ട് വൈഫൈ പോയി കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ സ്പീഡ് അങ്ങ് ഡൗൺ ആകും. അതിന് ഡൗൺലോഡിങ് സ്പീഡും കുറവാണ്, അപ്ലോഡിങ് സ്പീഡും കുറവാണ്. അത് ചില ഭാഗങ്ങളിൽ, ഇപ്പോൾ ഡൽഹിയിൽ ചില ഭാഗങ്ങളിൽ നല്ല സ്പീഡ് കൊടുക്കുന്നുണ്ട്, ചില വലിയ വലിയ കമ്പനികളുള്ളിടത്ത്. അത് ബാംഗ്ലൂർ IT കമ്പനികളാണ്.
കാരണം ഇത് സ്ഥിരമായിട്ട് ഇൻ്റർനാഷണൽ ക്ലയൻസുമായിട്ട് ഇങ്ങനെ അപ്ലോഡും ഡൗൺലോഡിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെയും ഇവർക്ക് എത്ര ഈ കമ്പനികളുടെ, അതായത് ഇന്ത്യയിൽ ഇപ്പോഴുള്ള കമ്പനികളുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാലും ഇവർക്ക് ഈ കമ്പനികൾക്ക് വേണ്ട രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്നില്ല. അതൊരു റിയാലിറ്റി, എല്ലാവർക്കും അറിയാവുന്ന സംഭവമായത്. ഇപ്പോൾ കൊച്ചിയിലുള്ള പല കമ്പനികൾക്കും പല ഇൻ്റർനാഷണൽ ക്ലയൻസുമായിട്ട് ഫയൽസ് അയക്കാനും വീഡിയോസ് അയക്കാനും മറ്റു പലതും അയക്കാൻ വേണ്ടി വളരെയധികം സമയം എടുക്കുന്നു, ഡൗൺലോഡ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ. അപ്പോൾ ആ ഒരു സംഭവം, ഇതേപോലൊരു ഡിഷോ അതിൻ്റെ കൂടെ 2 or 3 ഡിഷുകൾ, അതായത് ഒരു ഡിഷല്ല, ചില വലിയ 3 or 4 ഡിഷ് വേണം. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഒരു 10 or 50 റൂംസ് ഉള്ളൊരു ഹോട്ടൽ, അതായത് 3 or 4 നിലയുണ്ട്. അപ്പോൾ ഈ 3 നമുക്കൊക്കെ അറിയാം. ഫസ്റ്റ് ഫ്ലോറിന് വേറെ ഇൻ്റർനെറ്റാണ്, സെക്കൻഡ് ഫ്ലോറിന് വേറെ ഇൻ്റർനെറ്റ്. പലപ്പോഴും നിങ്ങൾ കാണാം ചില മുറിക്കകത്ത് ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ വളരെ സ്ലോ ആണ്. ചില ആൾക്കാരെ പറയത്തില്ല, 1 കട്ടയേ ഉള്ളൂ, 2 കട്ടയേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനൊരു സംഭവം ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ സിറ്റികളിലുള്ള പല ഹോട്ടലുകളിലും ഈ പല ഓഫീസുകളിലും ഒക്കെ ഇത് എക്സിസ്റ്റ് ചെയ്യുന്ന സംഭവം. അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ഇന്ത്യൻ കമ്പനികൾക്ക് കഴിയുന്നില്ല. അത് റിയാലിറ്റിയാണ്. അപ്പോൾ ഇതേപോലെ ഒരു 10, 50, 40 ഹോട്ടൽസ്, അതേപോലെ ഇത്ര പേര് ജോലി ചെയ്യുന്നിടത്തൊക്കെ ഇതേപോലെ 2 ഡിഷ് അങ്ങ് വെച്ചാൽ മതി, ഈ സംഭവം അങ്ങ് തീരുക. നല്ല സ്പീഡുമായി എത്ര ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് പോവുക. പിടികിട്ടിയോ ഇതിൻ്റെ സംഭവം? ഇപ്പോൾ റിയാലിറ്റി എന്താണെന്ന് പിടികിട്ടിയോ? ഇത് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ സിറ്റികളിൽ ഈ പറയുന്ന വലിയ വലിയ കമ്പനികളും IT കമ്പനി മറ്റുള്ള കമ്പനികളും അവർക്കൊരു മാസം ഈ പറയുന്ന 8,000 രൂപയോ 10,000 രൂപ കൊടുക്കുക അവർക്ക് പ്രശ്നമേ അല്ല. കാരണം ഇന്ത്യക്കാരൻ്റെ ബൈങ് പവർ കൂടി. ഇത് നിങ്ങൾ പല റിയാലിറ്റി മനസ്സിലാക്കണം. ഓരോന്നായിട്ട് 1 by 1. അതായത് ഇപ്പോൾ 8,000 അല്ലെ 10,000 രൂപ കൊടുക്കുക. അവരുടെ അപ്പോൾ ഓഫീസ് അസിസ്റ്റൻ്റായിട്ട് സെർവ് ചെയ്യുന്നതിന് അറ്റൻഡറിൻ്റെ സാലറിയേക്കാളും കുറച്ചേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അതിൻ്റെ എഫിഷ്യൻസി കൂടുമല്ലയോ. അപ്പം ഈ സംഭവം 2 മണിക്കൂർ കൊണ്ട് അപ്ലോഡ് ചെയ്യേണ്ട സാധനം 1 മണിക്കൂർ കൊണ്ട് അപ്ലോഡ് ചെയ്യുന്ന സാധനം 3 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് അപ്ലോഡ് ചെയ്യുന്നു. അത്ര ഫാസ്റ്റായിട്ട് സംഭവങ്ങൾ പോകുമ്പോൾ നാച്ചുറലായിട്ട് അവനത് ലാഭമില്ല. ഇന്ത്യൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ ഈ പറയുന്ന നെറ്റ് ഇന്ത്യ ഇപ്പം ആൾക്കാർ ഇന്ത്യൻ കമ്പനികൾ കൊടുക്കുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട്, അതായത് ജിയോക്കാൾ, എയർടെൽ, മറ്റുള്ള ഇൻ്റർനെറ്റ് പ്രൊവൈഡേഴ്സിനേക്കാളും വളരെ ഫാസ്റ്റായിട്ട് അതിന് ഇത്ര രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. ഉറപ്പായിട്ട് ആൾക്കാരങ്ങോട്ട് പോകും. അതാണ് ഞാൻ ഈ പറയുന്ന ബൈങ് പവർ കൂടിക്കഴിയുമ്പോൾ നോർമലായിട്ട് ആൾക്കാർ ഏറ്റവും എഫിഷ്യൻ്റായിട്ടും ഫാസ്റ്റായിട്ടും കാര്യങ്ങൾ നടക്കണം. അതൊന്ന്. ഉറപ്പായിട്ട് ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നും ഈ പറയുന്ന ഇന്ത്യൻ കമ്പനികൾ ഇതേപോലെ ഒരു ഫോർമാറ്റിലോട്ട് മാറിയില്ല, അതേപോലെ ഫാസ്റ്റായിട്ട് കൊടുത്തില്ല എങ്കിൽ അവർ ഔട്ടായിപ്പോവും. നോർമലാണ്. ഇത് മനസ്സിലാക്കേണ്ടത് ടോട്ടൽ ഇന്ത്യൻ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് സബ്സ്ക്രൈബേഴ്സിൻ്റെ ഡേറ്റ, അതായത് ടെലികോം മിനിസ്റ്ററി തരുന്നത് ഏകദേശം 900 മില്യനാണ്. 900 മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം 90 കോടി ആൾക്കാരും ഈ ഫോണും ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ സംഭവം. 140 കോടിയില്ല. അതാണ് അതിൻ്റെ അകത്ത് മറ്റൊരു സംഭവം നമ്മൾ കാണേണ്ടത്. അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഇന്ത്യൻ റൂറൽ ഏരിയ, ഗ്രാമങ്ങളിലാണ്, സിറ്റികളിലല്ല. ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സുള്ളത് ഏകദേശം 500 മില്യൺ, ഏകദേശം 50 കോടിക്കടുത്ത് വരുന്നുണ്ട്. പകരം 30 കോടിയേ വരുന്നുള്ളൂ ഞാൻ ഈ പറയുന്ന ഈ 6,000 സിറ്റികളിൽ. ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 300 മില്യനേ വരുന്നുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ പണം ഇൻ്റർനെറ്റ് കമ്പനിക്ക് കൊടുക്കുന്നത് റൂറൽ ഏരിയ എന്നല്ല, സിറ്റികളിൽ നിന്നാണ് കൊടുക്കുന്നത്. നിങ്ങൾ ആ കോമ്പിനേഷൻ പിടികിട്ടിയോ? റൂറൽ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ്. പക്ഷേ അവർ കൊടുക്കുന്ന പണത്തേക്കാളും അവരെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലാണ്. 2ാം സ്ഥാനം ഏകദേശം 30 കോടിയേ ഉള്ളൂ ഇന്ത്യൻ അർബൻ സെക്ടറിൽ 6,000 സിറ്റികളിൽ. പക്ഷേ റൂറൽ ഏരിയയെക്കാളും ഈ ഇൻ്റർനെറ്റ് കമ്പനികൾക്ക്, അതായത് പ്രൊവൈഡേഴ്സിന്, ടെലികോം ഇൻ്റർനെറ്റ് പ്രൊവൈഡേഴ്സിന് ഏറ്റവും കൂടുതൽ പണം കിട്ടുന്നത്, ലാഭം കിട്ടുന്നതും അർബൻ സിറ്റികളിൽ. നോർമലാണ്, നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം. അപ്പോൾ അവരുടെ ഏറ്റവും ലാഭം ഏതാ? റൂറലല്ല, അർബൻ ഏരിയ. അവിടുന്ന് ഈ സാധനം പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ കമ്പനികൾ മുഴുവനും പിന്നെ റൂറൽ ഏരിയയിലോട്ട് പോകേണ്ടി വരും. ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്ന ഈ
സ്റ്റാർലിങ്ക് ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് ഫേസ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമുക്കൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ആൾക്കാരെ വിളിക്കണം, കേബിൾ ഇടണം, അത് വലിക്കണം, ഇതൊന്നുമില്ല ഈ സംഭവം. ഇത് വളരെ ഒരു ഒരു കിറ്റാണ്. ഇത് നിങ്ങൾക്ക് എനിക്ക് വളരെ സിമ്പിളായിട്ട് കയറി കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്യാവുന്ന സാധനമേ ഉള്ളൂ. ഇതിനകത്ത് വലിയ സംഭവമൊന്നുമില്ല. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ സംഭവം, ഒരു വലിയ മഴ വരുന്നു, കാറ്റ് വരുന്നു, ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ പോയി, കേബിൾ മുറിഞ്ഞു, അതിൻ്റെ മേളിൽ ഇത് വീണു, ഒപ്റ്റിക്കൽ ഫൈബർ പോയി, ചവറ്. ഇതിനാ പുല്ലില്ല. അതിഭയങ്കരമായ മഴ വരുമ്പോൾ ഈ ക്ലൗഡ്, മേഘം കൂടിയാൽ മാത്രമേ ഇതിന് പ്രശ്നമുള്ളൂ. അതായത് ഒരേ സ്പീഡ്, നല്ല സ്പീഡ്, 2 കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ സ്പീഡ്. ഈ സാധനം എവിടെ ഇത് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. നിങ്ങൾക്ക് പിടികിട്ടിയോ എങ്ങനെയാണ് ഇതിൻ്റെ സമയം? ഈ പറയുന്ന ജിയോ പോലും പെട്ടുപോകും ഈ സംഭവത്തിൽ. കാരണം വെൽ അഡ്വാൻസ്ഡ് സാധനമാണ്, വളരെ ഫാസ്റ്റാണ്. ആൾക്കാർക്ക് എന്തുവാണ്, അവർ പണം കൊടുപ്പോൾ അല്പം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാലും ഏറ്റവും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടന്നു പോകണം. ആ ഒരു ചിന്താഗതി നമ്മളൊരു വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് പോവുക. അപ്പം അതുകൊണ്ട് കുറച്ച് നേരം എടുത്ത് നമുക്ക് വളരെ കുറച്ച് ആ സംഭവമൊക്കെ മാറി. അതൊക്കെ പഴയ ഇന്ത്യയിൽ. അപ്പോൾ പുതിയ ഇന്ത്യയിൽ ഇപ്പം നേരത്തെ നമ്മൾ 1000, 1500 കൊടുക്കുന്നതിനേക്കാളിലും ഇത്ര നമ്മുടെ കാര്യങ്ങൾ കൂളായിട്ട് നടക്കുന്നു, ഓഫീസുകളിലെ കാര്യം നടക്കുന്നു, മറ്റുള്ള കാര്യങ്ങൾ നടക്കുന്നു, സിമ്പിളായിട്ട് ഫാസ്റ്റായിട്ട് പോകുന്നു. അതെവിടെയും ഇൻട്രപ്ഷൻ ഉണ്ടാവുന്നില്ല. പിന്നെ ആൾക്കാരെങ്ങോട്ട് പോകും. പിന്നെ അടുത്ത മറ്റൊരു സംഭവമുണ്ട്. അത് നിങ്ങൾക്കറിയാം, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പോകുമ്പോൾ ഇവരുടെ 2ാം സ്റ്റേജാണ് അവർ പറയുന്നത്. പലയിടത്തും പോകുമ്പോൾ ചിലയിടത്ത് ഈ കണക്ഷനില്ല. അതായത് ടെലിഫോൺ അതിനകത്ത് കണക്ഷനില്ല. ചിലപ്പോൾ മലയായിരിക്കും, ചിലപ്പം ഈ അതേപോലെ തന്നെ ഈ വനത്തിൻ്റെ ഭാഗമായിരിക്കും, ചില സീസൈഡായിരിക്കും നടക്കുന്നത്. അത് ഞാനും ഒക്കെ ഫേസ് ചെയ്യുന്നത്, നിങ്ങളും ഫേസ് ചെയ്യുന്നത്. ഈ സാധനം എവിടെയൊക്കെയുണ്ട്, ഈ ഡിഷ് എവിടെയൊക്കെയുണ്ട്, അതായത് എവിടെ ഇത് കൊണ്ടുപോയത്. അതായത് നമ്മളിപ്പോൾ ഇതിപ്പോൾ എൻ്റെ കാറയിലും വേണമെങ്കിൽ കൊണ്ടുപോകാം. ഇപ്പം ഞാൻ കാറായി പോകുന്നത് എൻ്റെ ഒരു സാധനം കൊണ്ടുപോകാം. അതായത് ഇന്ന അടുത്ത് വെക്കണമെന്നൊന്നുമില്ല. അപ്പം അതും ഇതോടങ്ങ് തീരുകയാണ്. അതായത് ഇന്ത്യയുടെ ഏത് മൂലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. ഇപ്പം നമ്മളിപ്പോൾ നോർത്ത് ഈസ്റ്റിൽ പോവുകയാണെങ്കിലും പല ഡാർജിലിങ്ങിലോ അതേപോലെ വലിയ വളരെ റിമോട്ടായിട്ടുള്ള പ്ലേസുകളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, അവിടെ നിന്ന് വൈഫൈയോ അതേപോലെ ടെലിഫോൺ കണക്ഷനോ നിങ്ങൾ ഈ പറയുന്നത് 1 കട്ട 2 കട്ട, ഇത് ഒരു കട്ടയില്ലാത്ത സ്ഥലങ്ങളാണ് ഇന്ത്യയുടെ അധികം റിമോട്ട് ഏരിയയും. ഇതോടുകൂടി അതെങ്കില്ലാതായി. അതായത് ഞാൻ പറയാൻ പോകുന്നൊരു സംഭവം, ഈ പറയുന്ന എലോൺ മസ്കിനെ എങ്ങനെ കൗണ്ടർ ചെയ്യും ഇന്ത്യൻ കമ്പനി. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സിമ്പിളൊന്നുമല്ല. റീസൺ പലതുമാണ്. ഇത്രമാത്രം ഫാക്ടേഴ്സ് മുമ്പിൽ വെച്ചിട്ട് മസ്ക് ഇവിടെ വന്ന് എൻട്രി ചെയ്യുവാണെങ്കിൽ ഒരു ഇന്ത്യൻ അതിനെ കൗണ്ടർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യയുടെ ഡിജിറ്റലായിട്ടുള്ള വൻ റവല്യൂഷനിലോട്ട് അങ്ങ് പോകും. കാരണം വളരെ ഫാസ്റ്റായിട്ടുള്ള ഡാറ്റ, അതായത് നമ്മുടെ ബിസിനസ്സിനെയൊക്കെ അതിഭയങ്കരമായിട്ട് ഇതിന് പ്രയോജനം ചെയ്യും. ഒഫീഷ്യലാണെങ്കിലും പേഴ്സണലാണെങ്കിലും. കാരണം ഇപ്പം ഡാറ്റ അല്ല, ഇൻ്റർനെറ്റും ഡാറ്റ ഇല്ലാത്തൊരു ലൈഫിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ആ രീതിയിലായിട്ടുണ്ട്. അത് ഇന്ത്യയിൽ വലിയ മാറ്റം ഉണ്ടാകും. അത് ഗ്രാമങ്ങളിലാണെങ്കിൽ, ഇത് പട്ടണങ്ങളിൽ ആദ്യം സിറ്റികളിലെ മാറ്റമുണ്ട്, അതേപോലെ തന്നെ ഗ്രാമങ്ങളിലോട്ട് അവിടെ ഇത് മാറ്റം ഉണ്ടാകും. ഫാസ്റ്റ് പിച്ചിലാണിത് പോകുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നാച്ചുറലായിട്ട് ഇന്ത്യ ഒരു സമ്പൂർണ്ണമായിട്ടൊരു ഡിജിറ്റൽ ഇന്ത്യ ആയിട്ടൊരു മഹാരാജ്യമായിട്ട് ഇന്ത്യയൊക്കെ മാറുക. അത് വലിയ ചേഞ്ചാണ് സംഭവം. ഈ സംഭവം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ കമ്പനിക്ക് കാരണം ഇപ്പോഴത്തെ സംവിധാനം നമ്മുടെ ടെക്നോളജിയും വെച്ച് എത്രമാത്രം പിടിച്ചു നിൽക്കാൻ സാധിക്കും. അതായത് മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്, ഇത് ചിലപ്പോൾ ഇന്ത്യയുടെ തന്നെ ഫേസ് അങ്ങ് മാറ്റും. അപ്പം അങ്ങനെ ആ രീതിയിലോട്ട് പോക്കാണ് പോകുന്നതെങ്കിൽ ഈ പറയുന്ന ഇപ്പോഴത്തെ പല ഇന്ത്യൻ കമ്പനികൾ ഇതിനോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പൂട്ടിപ്പോകേണ്ട സ്ഥിതിയിലോട്ടാണ് എനിക്ക് കാണുവാൻ കഴിയുന്നത്.